ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ല രസകരമായിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തമ്പി വന്ന് സക്കീർ ബായിയോടും അതുപോലെ ഉണ്ണിത്താനോടും വഴക്കുണ്ടാക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തമ്പിക്ക് സഹിച്ചില്ല. തമ്പി വന്നിട്ട് ഇതേ സ്ഥലത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ ഇരുന്നല്ലേടോ താൻ എൻ്റെ കേസ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തന്നതെന്നും ചോദിച്ചു ഉണ്ണിത്താനോട് ചോദിക്കണം. ഉണ്ണിത്താൻ അതിനൊന്നും മിണ്ടാതിരിക്കുക. തനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പൊള്ളിയില്ല. തനിക്ക് പൊള്ളുകയില്ലെന്ന് എനിക്കറിയാം. തനിക്കും തൻ്റെ മോൾക്ക് ഒരു കേസ് കിട്ടിയത് കൊണ്ടല്ലേടോ എന്നൊക്കെ ചോദിച്ചു. പറയണം, താൻ ഇവിടെ വെച്ച് എല്ലാവരെയും കേൾക്കത് പറയണമെന്ന് പറഞ്ഞു. അപ്പം തമ്പി പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു ഉണ്ണിത്താൻ. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ വന്നതെന്ന് അന്നേരം തമ്പി ഉണ്ണിത്താനോട് പറയാം, എടാ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അത് തിരികെ തരാതെ അല്ലേടാ നീ ഈ ചെറ്റത്തരം കാണിച്ചതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ സക്കീർ ബായിയെ. ആ സമയം എടാ ആണാണെന്നും പറഞ്ഞ് നടക്കാൻ എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്, അന്തസ് വേണോടാ അന്തസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറക്കുമ്പോൾ തമിഴ് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ. പോകാൻ പറയുന്നത് നിൻ്റെ കുടുംബസ്ഥത്താണോടാ ഈ ക്ലബ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മിണ്ടാതിരുന്ന് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി കേട്ടോടാ. പണ്ടേ തനിക്ക് അഭിമാനം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അതുണ്ടായിരുന്നെങ്കിലേ എൻ്റെ മോൾക്ക് നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്ന പയ്യനെ താനും തൻ്റെ വക്കീലും മോളും കൂടി ചേർന്ന് തട്ടിയെടുക്കുമായിരുന്നോടോ എന്ന് ചോദിച്ചു. എന്നിട്ടിപ്പോൾ എന്തായിടോ ഇപ്പോഴാ മോളുടെ ഡിവോഴ്സ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഉണ്ണിത്താനത്തൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് അപമാനിതനായിട്ട് ഇരിക്കുക. എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുക അവർ. എടോ തൻ്റെ മരുമോൻ്റെ കഴുത്തിൽ ഞാനൊരു ചങ്ങലയിട്ട് പടം നിലത്ത് ഉമ്മറത്ത് തോണിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടൊക്കെ സക്കീർ ബായി പലതും മനസ്സിലാക്കി എടുക്കുക കേട്ടോ. കാണേണ്ടവർക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ തമ്പി സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ. കള്ളക്കേസിന് കൂട്ടുനിന്നിട്ട് കിട്ടുന്നത് വാങ്ങി ഞണ്ണുന്ന നിനക്ക് ഇവിടെ ഒരു വിലയും ആരും കൽപ്പിച്ചിട്ടില്ലടാ എന്നൊക്കെയാണ് ഡയലോഗുകൾ ഇറക്കുന്നത്. ഉണ്ണിത്താനൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ താണ്ടെ അബിയെ ചുമന്ന് നടക്കുന്നു, നാളെ വേറൊരുത്തനെ ചുമന്നുകൊണ്ട് നടക്കും. നാണം കെട്ട ചെറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ കേൾക്കുമ്പോഴത്തേക്കും ചാടി അങ്ങ് എഴുന്നേറ്റ് ഉണ്ണിത്താൻ. ഞാൻ പറയാൻ നോക്കിയാൽ ഇവിടെ ഒന്നും നിൽക്കില്ല എന്നും പറഞ്ഞു ഉണ്ണിത്താൻ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും എന്നാ പറയടാന്നും പറഞ്ഞു നമ്മുടെ തമ്പി. എടാ എൻ്റെ മോളെൻ്റെ വായടപ്പിച്ചിരിക്കുക. എടാ നിന്റെ പേരിൽ ജാനകി കൊടുത്തത് കള്ളക്കേസാണോടാന്ന് ചോദിച്ചു ഉണ്ണിത്താൻ. ആ രാധാമണി വാരസ്യാരെ നീ റേപ്പ് ചെയ്യാതെയാണോടാ അവനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയായതെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരൊറ്റ അടിയായിരുന്നു ഉണ്ണിത്താനായിട്ട് ഈ തമ്പി. അപ്പോഴേക്കും പിന്നെ കൂട്ടുകാരനും അതുപോലെ സക്കീർ ബായിയൊക്കെ കയറി നമ്മുടെ തമ്പിയെ പിടിച്ചു. നിന്നെ ഞാൻ കൊല്ലുവാടാ, അപ്പം നീ എൻ്റെ ശരീരത്തിൽ കൈ വെച്ചല്ലേടാന്ന് ചോദിച്ചു ഉണ്ണിത്താൻ. അപ്പം എടാ ഇനിയുള്ള കാലം നീ അകത്ത് കിടക്കൂടാ, നിന്നെ ഞാൻ കിടത്തും, നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ അതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിത്താൻ അവിടെ നിന്ന് പോയപ്പോഴേക്കും തമ്പി എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിർത്തി അവിടെ ഈ തമ്പിയെ സക്കീർ ബായി. എന്നിട്ട് പിന്നെ ഉണ്ണിത്താൻ്റെ പുറകെ പോയി. ഉണ്ണിത്താൻ സാറേ നിൽക്കുന്നും പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് വിടറോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തമ്പി കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുക. തമ്പി ആരാന്ന് അറിയാമോടോ എന്നൊക്കെ ചോദിച്ചു കുടിച്ച് മറിഞ്ഞ് 4 കാലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക തമ്പി അവിടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് അവിടെ ഇരിക്കുമ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് ചെന്നു. അതെ, കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ഇടയിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന വിധം പല കാര്യങ്ങളും അജയ് പറയുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു നമ്മുടെ നിരഞ്ജന. എനിക്ക് മനസ്സിലായില്ല, ഈ കേസിൻ്റെ വാദിഭാഗത്തും പ്രതിഭാഗത്തുമുള്ള വക്കീൽമാർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അതാണ് അജയ് എടുത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയ് ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഇവനൊരു ചിരിയൊക്കെ ചിരിച്ചു. നിരഞ്ജനേൻ്റെ ഭാര്യയാണെന്ന് വെച്ച് എനിക്കെൻ്റെ ജോലി ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അജയ് ആ കേസ് ഏറ്റത് തന്നെ വാദിഭാഗത്ത് ഞാനാണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. ഇനി കോടതി വരാന്തി കയറില്ല എന്ന് പറഞ്ഞാൽ അപർണയുടെ വാക്ക് കേട്ട് ചാടി ഇറങ്ങിയതല്ലേ. അതൊക്കെ അജയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പക്ഷേ എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അജയുടെ ഒരു ശ്രമവും ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല എന്ന് തന്നെ നമ്മുടെ നിരഞ്ജനവിനോട് പറഞ്ഞു. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നതെന്ന് അജയ് നിരഞ്ജനോട് ചോദിക്കുന്നുണ്ട്. തോളത്ത് പതുക്കെ കൈ അങ്ങ് വെച്ചു. ആ കൈ എടുത്ത് തട്ടി മാറ്റിയിട്ട് എന്നെ തൊട്ടു പോകരുതെന്ന് നിരഞ്ജന അജയോട് പറഞ്ഞു. അപ്പം ശരി, എന്താ ഇപ്പം തൻ്റെ പ്രശ്നം? പറഞ്ഞു കാട് കയറുന്നത് എന്തിനാ അത് പറയാൻ പറഞ്ഞു. അന്നേരം ഈ കേസ് നമ്മൾ ഏറ്റ കാര്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് അജയ് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. പറ അജയ്, പറഞ്ഞോന്ന് ചോദിച്ചു. ആ സമയത്ത് അജയ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഞാൻ കേസ് വാദിക്കുന്നത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും എൻ്റെ ജയത്തിന് അജയ് വഴിവെട്ടി തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല.
നിരഞ്ജന എന്തോ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കുന്നതാണെന്ന് അജയ് പറഞ്ഞ് തലയുരാൻ നോക്കുമ്പം അജയുടെ കാര്യത്തിലേ എനിക്ക് ആകെ ഒരേ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. സ്വയം കേമൻ ചമയാൻ വേണ്ടി മറ്റുള്ളവരുടെ കഴിവുകൾ അളക്കുന്ന ആള്. അപ്പോൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ ആരാണെന്ന് നിന്റെ വിചാരമെന്ന് ചോദിച്ചു അജയ്. നീ എൻ്റെ ഭാര്യയിൽ കവിഞ്ഞ് എനിക്ക് മറ്റൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഭാര്യയെന്നും ഭർത്താവും എന്നൊക്കെ പറയുന്നതേ വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് കളയാവുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അജയ്. സോ അതിൽ തൂങ്ങി എൻ്റെ ശബ്ദം അടയ്ക്കാനൊന്നും അജയ് നോക്കണ്ടെന്നും പറഞ്ഞു. ഈ കേസിൽ ഞാൻ വാദിഭാഗം വക്കീലിൽ കവിഞ്ഞ് അജയ്ക്ക് ഞാൻ ആരുമല്ല എന്ന കാര്യവും പറയാം. അപ്പം നമ്മുടെ നിരഞ്ജന, എനിക്ക് അജയ് വഴി വെട്ടി തരേണ്ട യാതൊരു കാര്യവും ഇല്ല. എനിക്ക് നടന്നു പോകാൻ എൻ്റെ അച്ഛൻ വെട്ടി തന്ന വഴിയുണ്ടെന്നുള്ള കാര്യം നിരഞ്ജന പറഞ്ഞു. അല്ല എന്നും അതല്ല, നീ അച്ഛനെ ആലോചിക്കാനൊക്കെ തുടങ്ങിയതെന്ന് ഈ അജയ് ചോദിക്കുമ്പോൾ എനിക്ക് കൈത്താങ്ങ് എൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ മുതലാണെന്ന കാര്യം നിരഞ്ജന അന്നേരം ഇവനോട് പറഞ്ഞു. അജയ് കളിയാക്കി ചിരിക്കുക. നിരഞ്ജനയ്ക്ക് പോയിന്റ് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നു. അതെ, ആദ്യം ജീവിതത്തിന് ഒരർത്ഥവും നിലപാടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാനായിട്ട് അജയോട് നിരഞ്ജന പറയാം. ചൂളിപ്പോയി അജയ്, ഒന്നും മിണ്ടാതെ നിന്നു. കേട്ടു നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് പോയി. അപ്പോൾ തോൽവിയും വിജയം എന്താണെന്ന് നിനക്ക് ശരിക്കും ഞാൻ മനസ്സിലാക്കി തരാവടി എന്നും പറഞ്ഞുകൊണ്ട് അജയ് ഇങ്ങനെ അവിടെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിരഞ്ജന ജാനകിയെ കാണാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ കോടതിയിൽ കാണിക്കുന്ന ഏതൊരു സാക്ഷിയാണെങ്കിലും എന്ത് എവിഡൻസ് ആണെങ്കിലും അതിന് സത്യസന്ധത ഉണ്ടാകണമെന്ന് നിരഞ്ജന പറയുക. അല്ലാതെ വന്നാൽ നമ്മൾ കൊടുത്ത പെറ്റീഷൻ അത് തള്ളിപ്പോകുമെന്നും പറഞ്ഞു. കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇതിൽ വാസ്തവമുണ്ടെന്നുള്ള കാര്യം തോന്നണമെന്ന കാര്യവും പറഞ്ഞു. ഈ കേസിലെ കാലപ്പഴക്കം പ്രധാനമാണെന്നും മറ്റൊന്ന് അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യമാണെന്നും ഇത് രണ്ടുമാണ് ഒരു കീറാമുട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യം അഭി പറയാം. അപ്പോൾ ജാനിയടുത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ശക്തമായ തെളിവ് കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക. സഹായത്തിന് അച്ഛനുണ്ടല്ലോ, പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഈ നിരഞ്ജന. അമ്മയുടെ അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം അഭി അന്നേരം പറയുക. 2 പോലീസ് ഓഫീസേഴ്സിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ സർവീസിലുള്ളൂ എന്നും അത് CI സേനനാണെന്നുള്ള കാര്യവും ഒക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ആ സേനൻ എന്ന് പറയുന്നയാൾ തമ്പിയുടെ വലങ്കൈയാണെന്നും പറഞ്ഞു. അയാൾ പണ്ട് തൊട്ടേ തമ്പിയുടെ വിശ്വസ്തനാണെന്നും മാധവ വാര്യർ ആദ്യം അയാളെയാണ് കാണാൻ ചെന്നതെന്നും അയാൾ കാരണമാണ് അത് അന്ന് വഴിമുട്ടിപ്പോയെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടതെന്നും അങ്ങനെ ഒരാളായിരുന്നു അത് കഴിഞ്ഞ് വന്ന പോലീസുകാരെന്നും അദ്ദേഹമാണ് ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നിരഞ്ജൻ ഇവിടെ നിന്ന് ഇവരോട് പറയാം. അദ്ദേഹം സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചു പോവുകയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സഹായം ചോദിക്കേണ്ടത് അയാളോടല്ലേ എന്ന് ചോദിച്ച ജാനകിയോട് അത് ഞാനെടുത്തി അയാളെ പറ്റി സക്കീർ ഭായി അന്വേഷിക്കുന്നുണ്ടെന്നും വിദേശത്തേക്കാണ് VRS എടുത്ത് അദ്ദേഹം പോയതെന്നുള്ള കാര്യവും പറയുക. എന്തെങ്കിലും വിവരം അദ്ദേഹത്തെ പറ്റി കിട്ടുമെന്ന് അഭിയേട്ടൻ സക്കീർ ഭായിയോടൊന്ന് വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു നിരഞ്ജന. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ വലുതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം വിളിച്ചേനെന്ന കാര്യം അഭി ഇങ്ങനെ പറയാം. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് സക്കീർ ഭായിയെ വിളിച്ചു. സക്കീർ ഭായിയെ വിളിച്ചിട്ട് ഈ വിവരം അറിയാനാണ് വിളിച്ചത്. അപ്പോൾ അയാളെ ഞാൻ കണ്ടിരുന്നു, അയാൾ ഈ സിറ്റിയിലുണ്ട്. അയാളുടെ മകള് അവിടെ ഏതോ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം, പുറത്താണെന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുമായും ഒരു ബന്ധവും അദ്ദേഹം വെച്ച് പുലർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, ഞാൻ അയാളുടെ കാര്യം നോക്കിക്കൊള്ളാം, അഭി ഇതായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാഷിൻ്റെ കാര്യമെന്ന് ചോദിച്ചപ്പം അതൊന്നും ഓർക്കണ്ടേ, ആ മാഷിനെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ജീവിച്ചിരിപ്പുണ്ടായാൽ മതിയായിരുന്നു എന്ന് സക്കീർ ഭായി പറഞ്ഞു. പിന്നെ ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു ഈ സക്കീർ ഭായി. അപ്പോൾ കാലപ്പഴക്കം ചെന്ന കേസായതുകൊണ്ട് പ്രയത്നം ഇച്ചിരി കൂടും അല്ലേ സക്കീർ ഭായി, എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അഭിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെയും കാണേണ്ടതായിട്ടുണ്ട്. മാഷ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അയാളിപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ നിരഞ്ജനിയും നന്നായി പണിയെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവളിവിടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞു അഭി. നിരഞ്ജനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത്. നമുക്കേറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ക്ലബ്ബിൽ വെച്ച് തമ്പിയും ഉണ്ണിത്താനും ഒന്ന് കോർത്തു എന്ന കാര്യം പറഞ്ഞു. അജയ് വിഷയമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ അതൊന്നും അല്ല, ഈ കാര്യം പറഞ്ഞാണെന്ന് പറഞ്ഞ എല്ലാ വിവരങ്ങളും പറഞ്ഞു. അപ്പോൾ തമ്പിയെ കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ മുഷിയും എന്ന് കരുതിയതാണെങ്കിലും ഇത്രത്തോളം ഒന്നും എത്തുമെന്ന് ഞാൻ കരുതിയില്ല എന്ന കാര്യം അങ്ങനെ നമ്മുടെ അഭി അന്നേരം പറഞ്ഞു. തമ്പി നമ്മുടെ ഉണ്ണിത്താനെ തല്ലിയ കാര്യം വരെ പറഞ്ഞു. അതിൻ്റെ ഗുണം എന്തായാലും നമുക്കാ. അപ്പോൾ അഭി സൗകര്യപൂർവ്വം ഉണ്ണിത്താനെ ഒന്ന് വിളിക്കണം,
നടരാജൻ്റെ വിവരങ്ങൾ ഞാൻ അറിയിക്കാമെന്ന് പറയുമ്പം ശരി സക്കീർ ബായ് എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അബി ഇത് നിരഞ്ജനോട് പറയാം. നിരഞ്ജൻ ഇന്നലെ നടന്ന വിവരങ്ങളും എല്ലാം അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് എന്താ അബി ഏട്ടാ ഉണ്ടായത്? അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നിരഞ്ജന. അപ്പോൾ ക്ലബ്ബിൽ വെച്ചേ തമ്പി ഉണ്ണിത്താൻ സാറുമായിട്ട് വാക്കേറ്റം ഉണ്ടായി. ഉണ്ണിത്താൻ സാറിനെ തമ്പി തല്ലിയെന്ന് പറഞ്ഞു. അച്ഛനെ തമ്പി തല്ലിയെന്നോ? അത് അത്രയ്ക്ക് ആളുകൾ കൂട്ടുന്ന ക്ലബ്ബിൽ വെച്ച്? അപ്പോഴത്തേക്കും നമ്മുടെ ജാനകിക്കും ആരെ പരിഭ്രമമായി. ദൈവമേ, സക്കീർ ബായ് കള്ളം പറയുന്ന ഒരാളല്ല എന്നും തമ്പി അത് ചെയ്തത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അബി പറയാം. പിന്നെ ഉണ്ണിത്താൻ സാറ് തിരിച്ചു തല്ലാതെ പോയെന്നാ പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നിരഞ്ജനയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഈ വിവരം സക്കീർ ബായിക്ക് എന്നെയെങ്കിലും ഒന്ന് വിളിച്ചു പറയാനായിട്ട് തോന്നിയില്ലല്ലോ എന്ന് നിരഞ്ജന പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് നോക്കാം. തമ്പിയുടെ വീട്ടിൽ കയറി ഞാൻ അയാളുടെ മുഖത്തടിച്ചേനെന്നും നിരഞ്ജന പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടാൻ തുടങ്ങി. യോ എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ തല്ലിയിട്ട് അയാൾ അങ്ങനെ ഇപ്പോൾ ജീവിക്കണ്ടെന്ന് നമ്മുടെ നിരഞ്ജന പറയുക. തിരിച്ചടിക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നിരഞ്ജന നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ജാനകി ചോദിച്ചു. ആദ്യം ചെന്ന് ഞാൻ അച്ഛനെ കാണട്ടെ, പിന്നെ തമ്പി എവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് അയാളുടെ മുഖത്തടിക്കും ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന അവിടെ നിന്നങ്ങ് പോയി. നിരഞ്ജന അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവൾ എന്തു ഭാവിച്ച് പോകുന്നതെന്ന് ജാനകി ചോദിക്കാം. അച്ഛനെ തല്ലിയാ പിന്നെ അവൾക്ക് നോവത്തില്ലേന്ന് അബി അന്നേരം ചോദിച്ചു. തമ്പി നോവിച്ചതേ ഉണ്ണിത്താനെയാ, ആനപ്പാകയാണ് ഉണ്ണിത്താൻ, നമുക്കത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം അബി അന്നേരം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു അബി അവിടുന്ന് പോയി. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക നമ്മുടെ ജാനകി. ഇത് കഴിഞ്ഞ് പിന്നെ നിരഞ്ജന നേരെ ചെല്ലുന്നത് ഉണ്ണിത്താനെ കാണാൻ. അപ്പോൾ അച്ഛൻ അവിടെ എന്തൊക്കെയോ പേപ്പറുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചെല്ലുന്നത്. അച്ഛനെ ഇന്നലെ തമ്പി തല്ലിയോ എന്ന് നിരഞ്ജന എന്ന് ചോദിച്ചു. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞു എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതിലല്ല കാര്യം, ഞാൻ ഈ അറിഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളതാ, മറച്ചു വയ്ക്കാതെ അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ക്ലബ്ബിൽ വെച്ച് തമ്പി എന്നെ കണ്ടായിരുന്നു എന്നും പിന്നെ സ്വാഭാവികമായും ഉരസൽ ഉണ്ടാകുമെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് ഭയങ്കര കലിപ്പിൽ നിൽക്കുക നമ്മുടെ നിരഞ്ജന. അയാൾ എന്നെ ഒരുപാട് വിശ്വസിച്ചതല്ലേ, അതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിച്ച് മുഷിഞ്ഞു. അയാൾ അച്ഛൻ്റെ ദേഹത്ത് കൈ വെച്ചെങ്കിൽ അതിനുള്ള മറുപടി എനിക്ക് കൊടുത്തേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്? തല്ലാൻ പോവാണോ? എന്നാലേ തമ്പി എൻ്റെ മുഖത്തടിച്ചു എന്നുള്ള കാര്യം ഉണ്ണിത്താൻ അങ്ങോട്ട് പറയുന്നത് കേട്ടപ്പോൾ നിരഞ്ജനൻ നടുങ്ങിപ്പോയി. നിരഞ്ജന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തിരികെ കൊടുക്കാനായില്ല എന്നും അതിനു മുൻപ് ആളുകൾ എന്നെ പിടിച്ചു മാറ്റിയെന്നും പിന്നെ നിനക്ക് അയാളെ പോയി തല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് കഴിയുമോ ഇല്ലയോ എന്നും ഞാൻ കാണിച്ചു തരാം, തിരിച്ചു കൊടുത്തിരിക്കും ഞാനെന്നും തമ്പിയുടെ മുഖത്തടിക്കാതെ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന പോകാൻ ഇറങ്ങുമ്പോൾ മോളെ നീ എന്തീ പറയുന്നേ, എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. നീ പറയുന്നതൊന്ന് കേൾക്കാൻ ഉണ്ണിത്താൻ പറയാം. ഞാനത് വിട്ട് കളഞ്ഞത് എന്തിനാണെന്ന് നീ മനസ്സിലാക്കണം എന്ന കാര്യം ഉണ്ണിത്താൻ പറയാം. തമ്പിയോടുള്ള പക മനസ്സിൽ കൊനല് പോലെ എരിയണം, അതിനു വേണ്ടിയിട്ടാണെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുക. തിരിച്ചൊരു തല്ലിൽ തീർന്നു പോയാൽ എനിക്ക് പിന്നെ അതിൽ വാശി ഉണ്ടാവില്ല എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. അടിക്ക് തിരിച്ചടിയല്ല വേണ്ടത്, അവനോ എന്നേക്കുമായി പൂട്ടുകയാ. നിനക്കിതൊരു വാശിയായിട്ടൊന്നും തോന്നുന്നില്ലേ എന്ന് ഉണ്ണിത്താൻ മകളോട് ചോദിച്ചു. എന്താണ് പക എന്നത് മോക്കറിയാവോ എന്ന് ഉണ്ണിത്താൻ ചോദിക്കുക. അപ്പോൾ നിരഞ്ജന ഇതെല്ലാം നിന്ന് കേൾക്കുക. പക എന്നുള്ളത് വെച്ചു പെരുമാറേണ്ട ഒരു കാര്യമാണെന്നും അതുപോലെ തമ്പിയോട് എനിക്ക് ഉള്ളിലൊരു സോഫ്റ്റ് കോർണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തമ്പിയുടെ ആ ഒരൊറ്റ അടിയിലൂടെ അതെല്ലാം എനിക്ക് മാറിക്കിട്ടിയെന്നും പറഞ്ഞു. ഇനി തിരിച്ചടിച്ചത് കളയണോ കളയണോ എന്ന് ചോദിച്ചു. അന്നേരം നിരഞ്ജന വേണ്ടാന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കുക. ഇനിയുള്ള ഉണ്ണിത്താൻ്റെ ചിന്ത അവനെ എങ്ങനെ കുളിപ്പിച്ച് കിടത്താം എന്നുള്ളതാണെന്നും ഈ പ്രശ്നവുമായി നീ പോയാൽ അച്ഛൻ്റെ മനസ്സ് തണുത്തു പോകുമെന്നും പറഞ്ഞു. എങ്കിലും അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അയാൾ അച്ഛനെ തല്ലിയില്ലേ എന്ന് നിരഞ്ജന അച്ഛനോട് ചോദിക്കുക. ഒരു സമൂഹത്തിന് മുന്നിൽ അവനെ തുണി ഉരിച്ച് നിർത്തുമ്പോഴേ എനിക്കുണ്ടായത് അത്ര വലിയ അപമാനമായിട്ടുള്ള കാര്യമൊന്നും അല്ല മോളെ എന്ന് അച്ഛൻ മോളോട് പറയാം. അപ്പോൾ മോളൊന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞു ഉണ്ണിത്താൻ നിരഞ്ജനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും നീ എന്തിനാ അളകാപുരിയിൽ താമസിക്കുന്നതെന്നുള്ള കാര്യം അച്ഛൻ മോളോട് ചോദിച്ചു. സ്വന്തം വീട്ടിലേക്ക് വന്നോടെന്ന്. അപ്പം നിരഞ്ജന അതിനെ സമ്മതിച്ചില്ല. ഇതിനൊക്കെ ഞാൻ നിന്നോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. ഇനിയും അവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുവാണ്. അച്ഛനെ തല്ലിയതിന് ആത്മാഭിമാനം ഉണർന്നവൾക്ക് നാണമില്ലാതെ അവൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ ഒരു മടിയും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നിരഞ്ജന അത് ജാനകിയുടെയും അഭിയുടെയും വീടാണെന്നുള്ള കാര്യം നിരഞ്ജന നേരം പറഞ്ഞു. അവിടെ താമസിക്കുന്നവരെല്ലാം ഏത് നിമിഷവും പുറത്തു പോകേണ്ടവരാണെന്ന് എനിക്കറിയാവുന്ന കാര്യവും നിരഞ്ജന പറഞ്ഞു. പക്ഷേ എന്നും ആ വീട്ടിൽ എനിക്കൊരു റൂം ഉണ്ടാകുമെന്ന് നമ്മുടെ നിരഞ്ജന പറയുക കേട്ടോ. അതിന് അജയുടെ ഭാര്യ ആകണമെന്നൊന്നും ഇല്ല അച്ഛാ, ജാനിയടുത്തിയുടെ അനിയത്തി ആയാൽ മാത്രം മതിയെന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഉണ്ണിത്താൻ ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമലും അതുപോലെ തന്നെ അപർണയും കൂടെ സംസാരിക്കാൻ, നീ എന്തിൻ്റെ പേരിലാണ് നിൻ്റെ അച്ഛനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എന്തായാലും ഈ സമയത്ത് ഉണ്ണിത്താൻ സാറിന് നിൻ്റെ അച്ഛൻ തല്ലിയത് വളരെ വളരെ വലിയ മണ്ടത്തരമാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ അച്ഛനാണെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു. അയാളെ പിണക്കാതിരിക്കേണ്ട ബുദ്ധിയാണ് കാണിക്കേണ്ടിയിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് കിട്ടേണ്ടത് തന്നെയാണെന്നും പറഞ്ഞ് അപർണ വലിയ ഡയലോഗ് ഇറക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിരഞ്ജന വന്നത്. അപ്പം നിരഞ്ജന കയറി വന്നിട്ട് അതിന് പകരം ചോദിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ അച്ഛൻ എന്നെ തടഞ്ഞിട്ടാണെന്ന് നിരഞ്ജന അന്നേരം അപർണയോട് പറഞ്ഞു. ഇവളെന്തോ ജയിച്ച ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപർണ തമ്പുരാട്ടി. നിരഞ്ജന വന്ന് ഇവളെ കൊല്ലാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ അമലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അമൽ നിൽക്കുന്നു. മൊത്തം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിന്റെ അച്ഛൻ നിന്നെ തടയാതിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനേടി? അതോടി ഇങ്ങ് പോരട്ടേടി എന്നും പറഞ്ഞു അപർണ. നീ എൻ്റെ അച്ഛനെ എന്താടി കൈകാര്യം ചെയ്യോ? പറയൂടി എന്ന് പറഞ്ഞിങ്ങനെ അപർണ ആളാകും. എന്താടി എനിക്കതിന് കഴിയത്തില്ല, അടിച്ചയാളെ പല്ല് ഞാൻ കൊഴിച്ചേനെ എന്ന് പറഞ്ഞു നിരഞ്ജന. എൻ്റെ അച്ഛൻ്റെ മുഖത്തടിക്കൊന്ന് പറയാനും മാത്രം ധൈര്യം നിനക്കുണ്ടോ എന്ന് അപർണ ചോദിക്കുമ്പോൾ പറയാൻ മാത്രമല്ലടി ചെയ്ത് കാണിക്കാനും നിരഞ്ജനയ്ക്ക് അറിയാമെന്നും ലോ കോളേജിൽ പഠിച്ച് ഇറങ്ങിയതാടി ഞാനെന്ന് നമ്മുടെ നിരഞ്ജന പറഞ്ഞു. എൻ്റെ അച്ഛൻ ആരെയും വെറുതെ തല്ലാൻ പോവില്ല. നിൻ്റെ അച്ഛൻ അടി ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ കാണിച്ച വൃത്തികേടിന് കൊട പിടിക്കാൻ എൻ്റെ അച്ഛനെ കിട്ടത്തില്ലടി എന്ന് പറഞ്ഞു നിരഞ്ജന. അയാളുടെ കേസിൻ്റെ വക്കാലത്ത് എൻ്റെ അച്ഛൻ ഏറ്റെടുത്തില്ല പോലും. അച്ഛനും മനസ്സിലായിടി ഒരു പാവം പെണ്ണിനെ പിച്ച് ചീന്തിയിട്ട വലിയ മാന്യൻ ചമഞ്ഞ് നടക്കുകയാണെന്ന്. പടനിലത്ത് തമ്പി പോലും അത്രയ്ക്ക് ക്രിമിനലാടി നിന്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ഇങ്ങനെ പറയുമ്പം ഇനി എൻ്റെ അച്ഛനെ പറ്റി നീ ഒരു അക്ഷരം പറഞ്ഞ അച്ഛന് കിട്ടിയതുപോലെ മോൾക്കും കിട്ടുമെന്നും പറഞ്ഞു അപർണ വലിയ ആള് കളിച്ചതാ. തീർന്നില്ല, ഒരൊറ്റ ഒരെണ്ണം നിരഞ്ജൻ അവരുടെ കാരണം നോക്കി അങ്ങ് കൊടുത്തു. അപർണയൊട്ടും പ്രതീക്ഷിച്ചില്ല. അടിച്ച് അവളെ ചവിട്ടി കൂട്ടി അളകാപുരിയിലിട്ടവള്, അതായത് നിരഞ്ജന. ഇവൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അന്നേരത്തേക്ക് നമ്മുടെ അമലിന് സന്തോഷമായി. അതുപോലെ തന്നെ അമൽ ഞെട്ടൽ മാറാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിരഞ്ജന ഇത് ചെയ്യുമെന്ന് അപർണ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു സമയത്ത് എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്ന് മനസ്സിലാക്കി നമ്മുടെ അമൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഇത് നിൻ്റെ അച്ഛനുള്ളതാണെന്ന് നീ കരുതിക്കോ, ഇനി നിനക്കുള്ളത് ഞാൻ തരാം എന്ന് പറയുമ്പം നീ തല്ലിയല്ലടി ചോദിച്ചാൽ അപർണ വെച്ചേക്കില്ലടി നീനെ ഞാനെന്ന് പറഞ്ഞവള് തല്ലാൻ വേണ്ടി കൈ അങ്ങ് പോടി എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അമൽ അപർണയെ കയറി പിടിച്ചു. മാറി നിൽക്കടി അങ്ങോട്ട്, മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവളെ തള്ളി അങ്ങ് മാറ്റി. അപ്പോൾ അമൽ അതിനെ വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞ് അപർണ എനിക്ക് തല്ലണം അവളെ, എനിക്ക് അവളെ തല്ലണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളുക ഈ അപർണ. അവളെ പിടിച്ചൊരു ഒറ്റ തള്ളും അങ്ങ് തള്ളി നമ്മുടെ അമൽ. മാറി നിൽക്കടിയെന്നും പറഞ്ഞു. അപ്പം നിനക്കൊന്ന് നിർത്തിക്കൂടടി, ഇതിനൊക്കെ സാക്ഷിയാവിടെ ഗതികേടാ എനിക്ക് വന്നിരിക്കുന്നതെന്നും പറഞ്ഞു അമൽ. ആ സമയത്ത് നമ്മുടെ നിരഞ്ജന അപർണയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ നിൻ്റെ അച്ഛനെ പറയുമ്പോൾ നിനക്ക് നൊന്തു അല്ലേടി? എൻ്റെ അച്ഛനെ നിൻ്റെ അച്ഛൻ തല്ലുമ്പോൾ ഞാൻ സഹിക്കുമോടി എന്ന് ചോദിച്ചു നിരഞ്ജന. കള്ളസാക്ഷികളെ വിലക്കെടുത്ത് കേസ് നടത്തുന്ന നിൻ്റെ അച്ഛനെ എന്തു ക്വാളിറ്റി ആടി ഉള്ളത് എന്നും ചോദിച്ചുകൊണ്ട് അപർണ നേരം വലിയ ആള് കളിച്ച് ചോദിക്കുക. ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലാണ് നിന്റെ തന്ത എന്നും നിരഞ്ജനയോട് അപർണ പറയണം. നേരായ വഴിക്ക് നിൻ്റെ അച്ഛൻ ഒരു കേസെങ്കിലും വാദിച്ച് ജയിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുമ്പോൾ എടി എന്നും പറഞ്ഞ് അപർണയോട് അങ്ങ് ചെന്നു നിരഞ്ജന. അപ്പം അയാൾക്ക് അടി കിട്ടുന്നത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് അപർണ പറയുമ്പോൾ നിൻ്റെ അച്ഛനോളം എൻ്റെ അച്ഛൻ അധപ്പതിച്ചു പോയിട്ടില്ലടി എന്ന് നിരഞ്ജന അന്നേരം അപർണയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട അമലിന് ഭയങ്കര സന്തോഷം. എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അഡ്വക്കേറ്റിൻ്റെ ജോലിയാണെന്നും നിൻ്റെ അച്ഛൻ ചെയ്യുന്നത് ആഭാസൻ്റെ ജോലിയുമാണെന്ന് പറഞ്ഞ് അപർണയെ എട്ടപ്പിച്ചുകൊണ്ടേയിരിക്കാൻ നിരഞ്ജന. അപ്പോഴേക്കും ഇവൾ അടിക്കാനായിട്ട് വീണ്ടും ചെന്നു അപർണ. അപ്പോഴേക്കും അമൽ വീണ്ടും കയറി തടഞ്ഞു. ഇവൾ പറയുന്നതെല്ലാം കേട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം അപർണയ്ക്ക്. എൻ്റെ അച്ഛൻ ആഭാസനാണെന്ന്, കൊല്ലും ഞാൻ ഇവളെ, കൊല്ലാം, നീ ഇങ്ങ് വാടി, ഞാനിപ്പോൾ നിന്ന് തരാമെന്ന് നിരഞ്ജന. അപ്പം എൻ്റെ നിരഞ്ജനയിടത്തി ഒന്ന് അടങ്ങാൻ പറഞ്ഞു അമൽ. എടി നിന്നോടുള്ള പക വീട്ടാനല്ല ജാനിയടത്ത് ഈ കേസുമായിട്ട് വന്നിരിക്കുന്നതെന്നും നിൻ്റെ അച്ഛൻ നശിപ്പിച്ച സ്ത്രീയാണ് രാധാമണി വാരസ്യാരെന്നും അതുപോലെ അതിൻ്റെ പേരിലാണ് ഈ കേസുമായിട്ട് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ടാണ് അവളെ എൻ്റെ അച്ഛനെ താരതമ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാടി നിൻ്റെ ഭർത്താവ് നിനക്കെതിരെ കേസ് വാദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതെന്നിങ്ങനെ അപർണ നേരം നിരഞ്ജനയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിരഞ്ജനൊന്നും മിണ്ടിയില്ല. നീ പലതും ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളടി. നീ നിൻ്റെ ഭർത്താവിന് കൂടി പോയി ചോദിക്കുക എന്തിനാ ഈ കേസിൻ്റെ വക്കാലത്ത് എടുത്തത് എന്ന് ചോദിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ വലിയ ആൾ കളിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്